ശ്രീ എം പ്രകാശൻ, സനാതന ധർമ്മത്തെ ഇവിടുത്തെ ഇടത് സർക്കാരിനോട് ബി.ജെ.പി ചോദിക്കുന്നത്, ബി.ജെ.പി ആദ്യം ചോദിച്ചില്ല, സംസ്ഥാന അധ്യക്ഷൻ ചോദിച്ചില്ല, അദ്ദേഹം അവസാനം വികസനത്തിന് വേണ്ടിയിട്ടാണ് ഈ പാർട്ടി നിൽക്കുന്നത്, അത് അവസാനം അത് എല്ലാ ഘട്ടത്തിലും രാജീവ് ചന്ദ്രശേഖരൻ പറയുന്ന ഒരു കാര്യമാണ്. വികസനത്തിന് വേണ്ടി നിൽക്കുന്ന പാർട്ടി അത് പറയും, അതിനു മുമ്പ് ഈ കാര്യങ്ങളും പറയും. പക്ഷേ ഇന്ന് രാജീവ് ചന്ദ്രശേഖരൻ പോലും ഉന്നയിക്കാത്ത ഒരു കാര്യമാണ് ശ്രീ പത്മനാഭൻ ചോദിക്കുന്നത്. ദേവപ്രശ്നം നടത്തിയോ, തന്ത്രി അനുവദിച്ചോ? അങ്ങേക്ക് മറുപടി നൽകാം ശ്രീ എം പ്രകാശൻ. ഇവിടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് എല്ലാം പറയാൻ അധികാരമുള്ളൊരു പാർട്ടി BJP ആണ് എന്ന് അദ്ദേഹം ധരിക്കുന്നതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഹിന്ദുക്കളോട് 1000 ഇരട്ടി ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന പാർട്ടിയാണ് CPM എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്ന നല്ലതാണ്. അദ്ദേഹം ഹിന്ദുക്കളുടെ ആകെ അട്ടിപ്പേർ അവകാശപ്പെടാൻ വേണ്ടി കഴിയാവുന്ന ഒരാളൊന്നുമല്ല. പിന്നെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തീരുമാനിക്കുന്നതിന് നിയതമായ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ അനുസരിച്ച് തന്നെയാണ് തീരുമാനിക്കുന്നത്. ഇവിടെ അദ്ദേഹം പറയുന്നത് കേട്ടാൽ തോന്നുക ഈ പറയുന്ന 75ാം വാർഷികത്തിൻ്റെ ഭാഗമായി നടത്താൻ തീരുമാനിച്ച പരിപാടി 75ാം വാർഷികാഘോഷ പരിപാടിയാണെന്നാണ്. അല്ല, നടത്താൻ തീരുമാനിച്ചത് ആഗോള അയ്യപ്പ സംഘവുമാണ്. ഇവിടെ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളിൽ അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് ഇവിടുത്തെ സൗകര്യങ്ങളെ സംബന്ധിച്ച്, അതുപോലെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസം സംബന്ധിച്ച്, ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ അവരുടെ അഭിപ്രായങ്ങൾ സംബന്ധിച്ച് ഇവയെല്ലാം കേൾക്കാനും അതിനനുസരിച്ച് ഇന്നിപ്പോൾ പിന്നെ ശബരിമലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അദ്ദേഹം പറയുന്ന പോലെ കേവലമായിട്ട് ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട ആളുകളെ മാത്രം പ്രവേശിപ്പിക്കുന്ന ഒന്നല്ല ശബരിമല. ശബരിമല കവാടത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാചകം അദ്ദേഹം മനസ്സിലാക്കുന്ന നല്ലതാണ്. അത് തത്വമസി എന്നാണ്. അത് നീയാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഏറ്റവും പ്രധാനപ്പെട്ട വേദവാക്യമാണല്ലോ തത്വമസി. അത്തരമൊരു വാദം എഴുതി വെച്ചിരിക്കുന്ന ഒരൊറ്റ സ്ഥാപനം, ഒരു ഭക്തി സ്ഥാപനം ഈ ലോകത്തെവിടെയുമില്ല. അത് ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഉദാത്തമായ സന്ദേശമുണ്ട്. അതുപോലെ തന്നെ ശബരിമല നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് മതനിരപേക്ഷതയുടെ ആശയമാണ്. വാവരും അയ്യപ്പനും ഒരേപോലെ ഒന്നിച്ചേൽക്കാൻ വേണ്ടി കഴിയാവുന്ന ഒരു ക്ഷേത്രം ഈ ലോകത്തെവിടെയും വേറെ കാണാൻ വേണ്ടി കഴിയില്ല. ആ നിലക്ക് മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം, ആ കേന്ദ്രത്തെ ലോകത്താകെ അവതരിപ്പിക്കാനാവുക. ആ ക്ഷേത്രം മുന്നോട്ടേക്ക് വെക്കുന്ന തത്വമസി എന്ന് പറയുന്ന ആശയം, നീ തന്നെ ബ്രഹ്മമാണ്, നിന്നിൽ തന്നെയാണ് ദൈവമുള്ളത്, ദൈവം നീ തന്നെയാണ് എന്ന് പറയുന്ന ആശയത്തെ ലോകത്തെ ആകെ എത്തിക്കാൻ വേണ്ടി കഴിയുകയും ലോകത്തിലെ ഭക്തജനങ്ങളെ ആകെ ആകർഷിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു ആത്മീയ കേന്ദ്രമായിട്ട് ഭക്തജനങ്ങളെ ലോകത്തിലെ ഭക്തജനങ്ങളെ എന്ന് പറയുന്നിടത്ത് എന്തിനാണ് അവിശ്വാസിയായ സ്റ്റാലിനെ ക്ഷണിക്കുന്നത് എന്ന ചോദ്യം ഉയരുന്നത്? അതിനു കൂടിയുള്ള മറുപടി അല്ല, വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്നുള്ളതല്ല പ്രശ്നം. ഭക്തരോടും അതുപോലെ തന്നെ ആരാധനകളോടും അവർ സ്വീകരിക്കുന്ന നിലപാടെന്താണെന്നാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്നുള്ളതൊരു പ്രശ്നമല്ല. ഞങ്ങൾ വിശ്വാസികളുടെ വിശ്വാസത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഞങ്ങൾ ഉറപ്പിച്ച് പറയും, ഇവിടെ RSSകാരൻ ഒരു പള്ളി ആക്രമിക്കാൻ വേണ്ടി പോയാൽ തടയാൻ ഞങ്ങളുണ്ടാവും. ഹിന്ദുക്കളുടെ ആരാധന സ്വാതന്ത്ര്യം എവിടെയെങ്കിലും തടയപ്പെട്ടാൽ ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല, സംരക്ഷിക്കാൻ ഞങ്ങളുണ്ടാവും. കാരണം ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ചുമതലയാണ് വ്യക്തികളുടെ ആരാധന സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്നുള്ളത്, അവരെ ആരാധിക്കാനുള്ള അവകാശം സംരക്ഷിക്കുക എന്നുള്ളത്. ഞങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്നുള്ളതല്ല മൗലികമായ പ്രശ്നം. ആളുകൾക്ക് ആരാധനക്കുള്ള സൗകര്യം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഗവൺമെൻറ് ചുമതല എന്താ? വിശ്വാസി അവിശ്വാസിയാക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ചുമതല അല്ല. വിശ്വാസികൾക്ക് തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാനും അത് പ്രചരിപ്പിക്കാനും അതിനനുസരിച്ച് ആരാധനാക്രമങ്ങൾ സംരക്ഷിക്കാനും വേണ്ടിയുള്ള കാര്യം ചെയ്തു കൊടുക്കുക. അതിന് വേണ്ടിയാണ് ഗവൺമെന്റ്. ആ ഉത്തരവാദിത്തം ഗവൺമെന്റ് ജനങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഉത്തരവാദിത്തം ഫലപ്രദമായിട്ട് ഞങ്ങൾ നിർവഹിക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.